അമ്പാടി പുണ്യം പോലൊരു ഗോശാല. അവിടെ സ്വതന്ത്രരായി വിഹരിക്കുന്ന 500ഓളം പശുക്കൾ. തൊഴുത്തിലാകെ ഹൈടെക് സജ്ജീകരണങ്ങൾ. മിൽക്കിംഗ് പാർലറിൽ അകിട് ചുരത്തി കാത്തുനിൽക്കുന്ന 300ഓളം കറവപ്പശുക്കൾ. കൃത്യമായ അളവിൽ തീറ്റ തൂക്കി നീങ്ങുന്ന ഗ്രീൻ മിക്സ് ട്രാക്ടർ. അത്യാധുനികമായ മിൽക്ക് പാസ്ചറൈസിംഗ് യൂണിറ്റ്. മൊബൈൽ മിൽക്ക് വെൻഡിംഗ് മെഷീനുകളിലൂടെ സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചുള്ള പാൽ വിതരണം. സംസ്ഥാനത്തെ ഈ ആദ്യ ഹൈടെക് പശുപരിപാലന കേന്ദ്രത്തിന് ആവിഷ്കാരമേകിയ യുവ സംരംഭകനാണ് ആലപ്പുഴ ജില്ലയിൽപ്പെടുന്ന തിരുവൻവണ്ടൂർ നന്നാട് തോപ്പിൽ വീട്ടിലെ TV അനിൽകുമാർ. പത്തു വർഷങ്ങൾക്ക് മുൻപ് 2 പശുക്കളെ വളർത്തിക്കൊണ്ടായിരുന്നു അനിൽകുമാർ ക്ഷീരമേഖലയിലേക്ക് എത്തിയത്. പാലിന്റെ വിലക്കുറവും രോഗബാധകളും വർദ്ധിച്ച പരിപാലന ചെലവുമെല്ലാം അനിൽകുമാറിനെ ഏറെ പ്രതിസന്ധിയിലാക്കി. പക്ഷേ സ്വന്തം നിശ്ചയദാർഢ്യത്താൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ആ യുവാവ് തരണം ചെയ്തു. വായ്പയ്ക്കായി സമീപിച്ച ബാങ്കുകൾ ആദ്യം നിരുത്സാഹപ്പെടുത്തിയെങ്കിലും പാൽ വിപണന തലത്തിൽ അനിൽകുമാർ കൈക്കൊണ്ട വ്യത്യസ്ത രീതികൾ തിരിച്ചറിയവേ ബാങ്കുകൾ ഉദാരമായ സമീപനം തന്നെ കൈക്കൊണ്ടു. പശുക്കളുടെ എണ്ണവും തൊഴുത്തിന്റെ വിസ്തൃതിയും കൂടി. അപ്പോഴും ഒരു സ്വപ്നം അനിൽകുമാറിന്റെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഒരു ഹൈടെക് ഡയറി ഫാം എന്ന വലിയ സ്വപ്നം. പ്രതിബന്ധങ്ങളിൽ തളരാതെ സ്വന്തം ഇച്ഛാശക്തിയാൽ അത് പ്രാവർത്തിക തലത്തിലെത്തിച്ചു. ൽ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതോടെ അമ്പാടിയിൽ ഹൈടെക് ഡയറി ഫാം യാഥാർത്ഥ്യമാവുകയായിരുന്നു. പത്ത് വർഷം മുമ്പ് 2 പശുവായിട്ടാണ് ഞാൻ ഈ ഡയറി ഫാം തുടങ്ങുന്നത്. തുടങ്ങിയ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഡയറി ഡിപ്പാർട്ട്മെൻറ്റും വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ തുടങ്ങിയ സമയത്ത് കുളമ്പ് രോഗം വരികയും അന്ന് ഡോക്ടേഴ്സ് അതുപോലെ നിന്ന് സഹായിച്ചു രാത്രിയും പകലും ഇല്ലാതെ ഈ ഫാമിൽ വരികയും പശുക്കളെ നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്നത്. അല്ലെ അന്നൊരു പക്ഷേ ഞാൻ ഈ ഫാം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നേനെ. അങ്ങനെ ആ കഷ്ടപ്പാടുകളൊക്കെ അന്ന് ഞാനത് ഒരു വലിയൊരു കഷ്ടപ്പാടായിട്ട് വിചാരിക്കാതെ നല്ല ഇത് വിജയിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കേരളത്തിന് വെളിയിലും പലയിടത്തും പോയി പല ഫാമുകളും കാണുകയും അങ്ങനെ കണ്ടതൊക്കെ വെച്ചിട്ട് ഈ കേരളത്തിൽ ഇവിടെ ഒരു ഹൈടെക് ഡയറി ഫാം തുടങ്ങുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഞാൻ പശുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് പാലിൻ്റെ മാർക്കറ്റ് ഞാൻ സ്വന്തമായിട്ട് അന്ന് മുതലേ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാലിൻ്റെ ഉൽപ്പാദനം കൂടുകയും പാല് സ്വന്തമായിട്ട് പ്ലെയിൻ കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തൈരിനും നല്ല മാർക്കറ്റ് വന്ന സമയത്ത് ഇത് കൈകൊണ്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു പാസ്ചറൈസേഷൻ പ്ലാന്റ് അങ്ങനെ അന്ന് സ്ഥാപിക്കുകയുണ്ടായി നബാർഡിൻ്റെ സഹായത്തോടു കൂടി. അത് കഴിഞ്ഞിട്ട് ആണ് ഞാനിപ്പം എനിക്കൊരു ഹൈടെക് ഡയറി ഫാം കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഹൈടെക് ഡയറി ഫാമായി മാറാൻ സാധിച്ചത്. 20,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായ തൊഴുത്തിൽ 500ഓളം പശുക്കൾ ഉൾക്കൊള്ളാനാകുന്നു. ഹോൾസ്റ്റീൻ ഫ്രീഷ്, ജേഴ്സി ഇനങ്ങളിൽപ്പെട്ടവയാണ് പശുക്കൾ. ഒരു പശുവിനെയും ഫാമിൽ കെട്ടിയിടുന്നില്ല. തൊഴുത്തിൽ തീർത്തിരിക്കുന്ന കള്ളികൾക്കകത്തും അവയ്ക്ക് പുറത്തുമൊക്കെ സർവ്വസ്വതന്ത്രരായി പൈക്കൾ അലസം നടക്കുന്നു. വിശ്രമിക്കുന്നതിനായി പ്രത്യേക ക്യൂബിക്കിളുകളും ഒരുക്കിയിട്ടുണ്ട്.
കാറ്റും വെളിച്ചവും യഥേഷ്ടം കയറിയിറങ്ങുന്ന രീതിയിലാണ് തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. മെറ്റൽ ഷീറ്റ് പാകിയ മേൽക്കൂരയ്ക്ക് താഴെ ചൂട് കുറയ്ക്കുന്നതിനായി ഓലയും മേഞ്ഞിട്ടുണ്ട്. തൊഴുത്തിലുടനീളം കൂറ്റൻ ഫാനുകളും പ്രവർത്തിക്കുന്നു. തൊഴുത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൗഡ് സ്പീക്കറിലൂടെ പശുക്കൾക്ക് സംഗീതം ആസ്വദിക്കാനുമാകും. പശുക്കളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ മാറ്റുന്നതിനായി സെൻസർ നിയന്ത്രിത മുള്ളറപ്പ് എന്ന ബ്രഷ് പ്രവർത്തിക്കുന്നു. പശുക്കളുടെ ശരീരഭാഗം ബ്രഷിൽ സ്പർശിക്കവേ അത് സ്വയം തിരിയുന്നു. ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ശരീരഭാഗങ്ങൾ പശുക്കൾ ബ്രഷിനോട് ചേർത്തുവച്ച് ചൊറിച്ചിലകറ്റുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കറങ്ങുന്ന ഈ സെൻസർ ബ്രഷിനോട് പശുക്കൾക്ക് വളരെ ഇഷ്ടം തന്നെ. ആവശ്യമുള്ളപ്പോൾ ആഹരിക്കുന്നതിനും വിസ്തൃതമായ വളപ്പിൽ സ്വതന്ത്രരായി ചുറ്റി നടക്കുന്നതിനുമെല്ലാം സൗകര്യമുള്ള വിദേശ രീതിയായ ഫ്രീസ്റ്റാൾ സംവിധാനമാണ് ഹൈടെക് പശുപരിപാലനത്തിൽ അനുവർത്തിക്കുന്നത്. ഈ സമ്പ്രദായം പശുക്കളിലെ മാനസിക പിരിമുറുക്കം കുറയുന്നതിനും പാൽ ലഭ്യത കൂടുന്നതിനും രോഗപ്രതിരോധത്തിനും ആരോഗ്യ സുരക്ഷയ്ക്കും പരിപാലനത്തിലെ അധ്വാനഭാരം കുറയ്ക്കുന്നതിനും വളരെയേറെ ഉപകരിക്കുന്നു. 2006 ഈ ഫാം തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് വളരെ എതിർപ്പായിരുന്നു. പിന്നീട് ഇത് നല്ല രീതിയിൽ ലാഭകരമായിട്ട് പോകാൻ പറ്റും എന്ന ഘട്ടം വന്നപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ സഹകരിച്ചു. ഞാനും എൻ്റെ മക്കളും സമയം കിട്ടുമ്പോഴുള്ള ഫാമിൽ വരാറുണ്ട്. വന്ന് ഇവിടെ ഭർത്താവിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഫാമിൻ്റെ നല്ല നടത്തിപ്പിലൂടെ ഞങ്ങൾക്ക് നല്ല സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. രാവിലെ 4 മണിക്കും വൈകുന്നേരം 4 മണിക്കുമാണ് അമ്പാടി ഹൈടെക് ഡയറി ഫാമിലെ പശുക്കറവ നടക്കുക. അത്യാധുനിക സാങ്കേതിക രീതി അവലംബിക്കുന്ന മിൽക്കിംഗ് പാർലർ സംവിധാനത്തിലൂടെയാണ് ഇവിടെ കറവ നടക്കുന്നത്. അത്യന്തം ശുചിത്വമാർന്ന പാർലറിൽ മിൽക്കിംഗ് മെഷീൻ കറവയ്ക്കായി ഉപയോഗിക്കുന്നു. പൂർണ്ണമായും കമ്പ്യൂട്ടർവത്കരിച്ചിട്ടുള്ള ഇവിടെ ഒരേ സമയം 12 പശുക്കളെ കറക്കാനാകുന്നു. 6x2 ടൈപ്പിലുള്ള ഈ ഹൈടെക് മിൽക്കിംഗ് പാർലർ സംസ്ഥാനത്ത് ആദ്യത്തേതുമാണ്. പാർലറിലെ റാമ്പിൽ കയറി നിൽക്കുന്ന പശുക്കളുടെ അകിട് വൃത്തിയാക്കിയ ശേഷമാണ് മിൽക്കിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുക. കറവ പശുക്കളുടെ ശരീരഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന സെൻസർ ചിപ്പ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പശുക്കൾക്ക് നൽകിയിരിക്കുന്ന നമ്പറിനോടനുബന്ധിച്ചുള്ള ഈ ഘടനയിലൂടെ പശുക്കളുടെ ഇനം, കറക്കുന്ന പാലിന്റെ അളവ്, ശരീരഭാരം തുടങ്ങിയ കാര്യങ്ങൾ കമ്പ്യൂട്ടർ രേഖപ്പെടുത്തുന്നു. പാലളവിലെ വ്യതിയാനങ്ങൾക്കൊപ്പം പശുക്കളുടെ ആരോഗ്യസ്ഥിതിയും ഇതിലൂടെ കണ്ടെത്താനാകും. 10 മിനിറ്റിനുള്ളിലാണ് 12 പശുക്കളുടെ കറവ പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ഓരോ വേളയിലും 12 പശുക്കൾ വീതം കറവ കഴിഞ്ഞ് മിൽക്കിംഗ് പാർലറിന്റെ ബഹിർഗമന കവാടത്തിലൂടെ പുറത്തേക്കിറങ്ങുമ്പോൾ പ്രവേശന കവാടത്തിൽ തങ്ങളുടെ കറവയുടെ ഊഴവ് കാത്തു നിൽക്കുന്ന ഗോക്കളുടെ നിര ഏറെ കൗതുകകരം തന്നെ. ഫ്രീ സ്റ്റോൾ ഫാമിംഗ് ആണ്. കാരണം ഈ ഫ്രീ സ്റ്റോൾ ഫാമിംഗ് എന്ന് പറയുമ്പോൾ പശുവിനെ നമ്മൾ കെട്ടിയിടുന്നില്ല, പശുക്കളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. പശുക്കൾക്ക് കിടക്കുന്ന സമയത്ത് അതിന് റെസ്റ്റ് എടുക്കാനും, അതുപോലെ തിന്നേണ്ട സമയത്ത് പോയി തീറ്റ തിന്നാനും, വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കുടിക്കാനും ഒക്കെ ഉള്ള സൗകര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് മിൽക്കിംഗ് പാർലറാണ്. പശുവിൻ്റെ ദേഹത്ത് ചിപ്പ് പിടിപ്പിച്ചിട്ട് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്താണ് മിൽക്കിംഗ് നടക്കുന്നത്.
അപ്പോൾ ഈ പശുക്കളെ ഇങ്ങനെ ചിപ്പ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പശുവിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ കമ്പ്യൂട്ടർ എൻ്റർ ആകുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. തൊഴുത്തിലെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ അനിൽകുമാർ ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. ചാണകം വാരി മാറ്റുന്നതിലും തൊഴുത്ത് കഴുകുന്നതിലും പശുക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതിലും കൃത്യത പുലർത്തുന്നു. പകുതി വിളവായ ചോളത്തിൽ നിന്നും തയ്യാറാക്കുന്ന സൈലേജാണ് പശുക്കളുടെ പ്രധാന ആഹാരം. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന ചോളത്തണ്ടുകൾ ചഫ് കട്ടർ ഉപയോഗിച്ച് സൈലേജ് നിർമ്മാണത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന പിറ്റിൽ അരിഞ്ഞുകൂടുന്നു. ചോളത്തുണ്ടുകൾ പിറ്റിൽ നിറയവേ ട്രാക്ടർ ഉപയോഗിച്ച് പലതവണ അമർത്തി താഴ്ത്തി വായുമുക്തമാക്കി പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടുന്നു. നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് സൈലേജ് രൂപപ്പെടുന്നു. ഓരോ പിറ്റിലും ചോളത്തുണ്ടുകൾ നിക്ഷേപിച്ച ദിനം രേഖപ്പെടുത്തിയിരിക്കും. ട്രാക്ടറിനോട് ഘടിപ്പിച്ച മിക്സറിൽ ശേഖരിക്കുന്ന സൈലേജിൽ പെല്ലറ്റ്, ധാന്യപ്പൊടി എന്നിവ കലർത്തി വെള്ളവും ചേർത്താണ് പോഷകപ്രദമായ തീറ്റ തയ്യാറാക്കുന്നത്. ടോട്ടൽ മിക്സഡ് റേഷൻ എന്ന രീതിയിലുള്ള തീറ്റയാണ് ഇതിലൂടെ പശുക്കൾക്ക് നൽകുന്നത്. ട്രാക്ടറിൽ ഘടിപ്പിച്ച ട്രെയിലറിലെ കൺട്രോളിംഗ് സിസ്റ്റം വഴി നിശ്ചിത അളവിലുള്ള തീറ്റ ഓരോ പശുക്കൾക്ക് മുൻപിലും ഇട്ടുകൊടുക്കുന്നു. ഫാമിലെ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ ടാങ്കിൽ നിന്നും പശുക്കൾ അവയുടെ ആവശ്യാനുസരണമുള്ള വെള്ളം പല വേളകളിലായി കുടിക്കുന്നു. ഫീഡിംഗ് എന്ന് പറയുന്ന പശുക്കൾക്കുള്ള തീറ്റ എന്ന് പറയുന്നത് TMR ഫീഡിംഗ് ആണ്. അതിനകത്ത് മെയിനായിട്ട് സൈലേജ് ആണ് കൊടുക്കുന്നത്. പകുതി വിളവായ ചോളം കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അത് എയർ ടൈറ്റ് ചെയ്ത് സൂക്ഷിച്ച് 40 ദിവസമാണ് അതിൻ്റെ ഫെർമെൻറ്റേഷൻ പീരീഡ്. 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊരു സ്വർണ്ണ കളറിലുള്ള നല്ല മൊളാസസ് സ്മെല്ലോട് കൂടിയ ഒരു തീറ്റയായിട്ട് മാറുന്നു. അതും അതിൻ്റെ കൂടെ പിണ്ണാക്ക്, തവിട്, ചോളപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീറ്റയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ ദിനംപ്രതി 4000-ലേറെ ലിറ്റർ പാലാണ് ഫാമിൽ ഉത്പാദിപ്പിക്കുന്നത്. ഫാമിലെ കൗണ്ടറിലൂടെ രാവിലെയും വൈകുന്നേരവുമായി ആവശ്യക്കാർക്കുള്ള പാൽ വിതരണം നടക്കുന്നു. ഫാമിലെ വിതരണത്തിനു ശേഷം വരുന്ന പാൽ ബൾക്ക് മിൽക്ക് കൂളറിൽ ശേഖരിക്കുന്നു. 10,000 ലിറ്റർ, 3000 ലിറ്റർ പാൽ സംഭരണ ശേഷിയുള്ള BMCകളാണ് ഫാമിലുള്ളത്. സ്റ്റോറേജ് ടാങ്കിൽ നിന്നും പാൽ പ്രോസസിംഗ് പ്ലാന്റിലേക്ക് എത്തിച്ച് 85 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 90 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഹോമോഗ്നൈസ് ചെയ്ത് പാസ്ചറൈസിംഗ് യൂണിറ്റിലെത്തിച്ച് 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ പാസ്ചറൈസ് ചെയ്ത് പാക്കിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കുന്നു. പാലിന്റെ ഗുണവും ഘടനകളും പരിശോധിക്കുന്നതിനായി പ്രത്യേക ലബോറട്ടറിയും ഫാമിൽ പ്രവർത്തിക്കുന്നു. ടൗണുകളിലെ വിവിധ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഫ്ളാറ്റുകൾ, ആശുപത്രികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ഡയറിയിൽ നിന്നും പാൽ നേരിട്ടെത്തിച്ചു കൊടുക്കുന്നു. അമ്പാടി ഡയറി ഫാമിൽ നിന്നും രാവിലെയും വൈകുന്നേരവും പുറപ്പെടുന്ന വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ച പാൽ വിതരണ വാഹനം അടുത്തുള്ള ടൗണുകളിലൂടെയും ഗ്രാമങ്ങളിലെയും വീട്ടുകാർക്ക് വളരെ സഹായകരമാകുന്നു. അവരവർക്ക് ആവശ്യമുള്ള പാലിന്റെ അളവ് വെൻഡിംഗ് മെഷീനിലെ കീബോർഡിൽ രേഖപ്പെടുത്തി ഡയറിയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്ന സ്മാർട്ട് കാർഡ് മെഷീനിൽ പ്രസ് ചെയ്ത് പാൽ പാത്രത്തിൽ ശേഖരിക്കുന്നു.
സംസ്ഥാനത്തെ പ്രഥമ മിൽക്ക് മൊബൈൽ വെൻഡിംഗ് ഡയറി ഫാമാണ് അമ്പാടിയിൽ ഹൈടെക് ഡയറി ഫാം. കേരളത്തിൽ ആദ്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് മിൽക്ക് വെൻഡിംഗ് മെഷീൻ ചെയ്യാൻ പറ്റി. കാരണം ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ പ്രോജക്റ്റ്. കാരണം ഇന്ത്യയിൽ മദർ ഡയറി ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റി. ഇന്ന് കാരണം ATM നിന്ന് പൈസ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഫ്രഷ് മിൽക്ക് കാർഡ് സ്വൈപ്പ് ചെയ്ത് പാലെടുക്കുന്ന ഒരു സംവിധാനമാണ്. അതും ഇന്ന് എനിക്കിവിടെ ചെയ്യാൻ പറ്റി. മൃഗസംരക്ഷണ വകുപ്പിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും നിർദ്ദേശവും സഹായ സഹകരണങ്ങളും ഡയറി ഫാമിനുണ്ട്. ഫാമിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നതിനായി പ്രതിദിനം ഇവിടേക്കെത്തുന്ന സന്ദർശകരും ധാരാളം. ശ്രീ അനിൽകുമാർ ഈ ഫാം തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഉള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സംരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യവും ഇത് വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു മേഖലയാണ്, ഇവിടെ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഈ ഫാമിലേക്ക് എൻ്റെ പ്രവർത്തനം കൂടുതൽ കൊണ്ടുവരാനും മുന്നോട്ട് കൊണ്ടുപോകാനും എന്നെ പ്രേരിപ്പിച്ചത്. ഈ ഫാമിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മൃഗസംരക്ഷണ മേഖലയിൽ തന്നെ ഒരു മാതൃകയായി ശ്രീ അനിൽകുമാർ ഇപ്പം മാറിക്കഴിഞ്ഞു. സബ്സിഡികൾ മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമാണ് ഈ കർഷകർ ഞങ്ങൾ നിലനിർത്തിയിട്ടുള്ളത്. കർഷക സമ്പർക്ക പരിപാടികൾ, പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടികൾ, ഉപഭോക്തൃ മുഖാമുഖം പരിപാടികൾ തുടങ്ങിയ കർഷക പഠന യാത്രകൾ തുടങ്ങിയ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും ഈ മേഖലയിലേക്ക് ആവശ്യമായ അറിവ് നേടുകയും ചെയ്യുന്നതാണ് ഈ കർഷകൻ്റെ ക്യാരക്ടറായി എടുത്തു പറയാനുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹം നബാർഡിൻ്റെ ഒരു വലിയ പദ്ധതി പ്രകാരം 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഡയറി പ്ലാന്റ് ആരംഭിച്ചത്. അതിനുശേഷം ഒരു ഹൈടെക് ഡയറി ഫാം ആരംഭിക്കണമെന്നുള്ളതായിരുന്നു ഈ കർഷകൻ്റെ സ്വപ്നമെന്ന് പറയുന്നത്. 2014 അതും സാധ്യമായി. അന്യസംസ്ഥാനക്കാരായ 5 കുടുംബങ്ങൾ ഫാമിലെ ജോലികൾക്കായി ഇവിടെയുണ്ട്. ഫാമിലെ ഓഫീസ്, മാനേജ്മെന്റ്, ലാബ്, പാൽ വിതരണം തുടങ്ങിയ മേഖലകളിലായി 40ഓളം പേർ സേവനം നടത്തുന്നു. ഫാമിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ CCTVയിലൂടെ അനിൽകുമാർ തന്റെ ഓഫീസിലിരുന്ന് നിരീക്ഷിക്കും. ക്ഷീരമേഖലയിലെ നിസ്തുല സേവനത്തിന് അംഗീകാരമേകിക്കൊണ്ട് പല ജില്ലാതല പുരസ്കാരങ്ങളും TV അനിൽകുമാറിനെ തേടിയെത്തി. ഏതൊരു മേഖല പോലെയും നല്ല രീതിയിൽ നടത്തിയാൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ പശു വളർത്തൽ അല്ലെങ്കിൽ ഡയറി ഫാം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏതൊരു കാർഷിക മേഖല എടുത്താലും ഉൽപ്പാദനം കൂടുമ്പം വില കുറയുകയും ഉൽപ്പാദനം കുറയുമ്പം വില കൂടുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. എന്നാൽ നേരെ മറിച്ചാണ് പാലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പാലിന് വില കൂടിയിട്ടുള്ളതല്ലാതെ ഇന്ന് വരെ പാലിന് വില കുറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥതയോട് ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിന് വെളിയിൽ പോയി നമ്മുടെ ചെറുപ്പക്കാർ വളരെ അധികം ബുദ്ധിമുട്ടുള്ള ജോലിയും ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ കേരളത്തിൽ ചെയ്യാൻ തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് കേരളത്തിൽ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, സത്യസന്ധയോടും ആത്മാർത്ഥതയോടും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്തു വിജയിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളത്തിലെ ഒരു ധവള വിപ്ലവത്തിന് തന്നെയാണ് അമ്പാടിയിൽ അത്യാധുനിക പശുപരിപാലന കേന്ദ്രത്തിലൂടെ TV അനിൽകുമാർ തുടക്കമിട്ടിരിക്കുന്നത്. ഒരു സംരംഭകൻ എന്നതിനപ്പുറം പ്രതിസന്ധികൾ നേരിടുന്ന ക്ഷീരമേഖലയെ എങ്ങനെ വിജയപഥത്തിലെത്തിക്കാം എന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണ് ആ ജീവിതം. അത് കേരള കാർഷിക രംഗത്തിനേകുന്ന പ്രൗഢാഭിമാനം തന്നെയായി മാറുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए
6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സസ്യരോഗ ചികിത്സയ്ക്ക് വിളരോഗ ആശുപത്രി. ക്ഷീര കർഷകരെ സഹായിക്കാൻ 5 കോടി രൂപയുടെ കടാശ്വാസ പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. സസ്യരോഗ നിർണയ രംഗത്ത് ആധുനിക സംവിധാനങ്ങളോടെ റഫറൽ സ്വഭാവമുള്ള വിളരോഗ ആശുപത്രി വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു. കർഷകർക്ക് തങ്ങളുടെ കൃഷി പ്രശ്നങ്ങൾ നേരിട്ട് ശാസ്ത്രജ്ഞരുമായി ചർച്ച ചെയ്യാനും കീടരോഗ ബാധിതമായ സസ്യഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കാനും അനുയോജ്യമായ പരിഹാരമാർഗം തേടാനും വിളരോഗ ആശുപത്രിയിൽ സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 9447 888 948. 2017-18 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ ലാലം, വാഴൂർ, മാടപ്പള്ളി, ഏറ്റുമാനൂർ, കടുത്തുരുത്തി എന്നീ ബ്ലോക്കുകളിൽ രാത്രികാല അത്യാവശ്യ വെറ്റിനറി സേവനം നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെറ്റിനറി സയൻസ് ബിരുദധാരികളെ ക്ഷണിക്കുന്നു. ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇന്റർവ്യൂ ചെയ്ത് തിരഞ്ഞെടുക്കുന്നവരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കും. നാളെ രാവിലെ 10 മണിക്ക് കോട്ടയം കളക്ടറേറ്റിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481 2 563 726. കശുമാവിനെ നശിപ്പിക്കുന്ന തടിതുരപ്പനെ നിയന്ത്രിക്കുന്നതിനായി ചെളിയും 5% വേപ്പെണ്ണയും ചേർത്തുള്ള മിശ്രിതം അല്ലെങ്കിൽ 1:2 എന്ന അനുപാതത്തിൽ കോൾട്ടാറും മണ്ണെണ്ണയും ചേർത്തുള്ള മിശ്രിതം തടിയുടെ 1 മീറ്റർ വരെ ഉയരത്തിലും പുറമേ കാണുന്ന വേരുകളിലും തേച്ചു കൊടുക്കേണ്ടതാണെന്ന് കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെന്റർ ശുപാർശ ചെയ്യുന്നു. ചീരയിലെ ഇലപ്പുള്ളി രോഗം തടയുന്നതിന് വെള്ളായണി കാർഷിക കോളേജിലെ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന കാർഷിക നിർദ്ദേശം: 20 ഗ്രാം പച്ച ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയെടുത്ത് അതിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ചേർത്ത് ചീരകളിൽ തളിക്കുക. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ക്ഷീരവർദ്ധിനി പദ്ധതിയുടെ ഉദ്ഘാടനം മാർച്ച് 25-ന് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടക്കുമെന്ന് ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി ബാങ്ക് വായ്പ എടുത്ത് വാങ്ങിയ കറവ പശു ചത്തുപോവുകയോ ഉൽപാദന മുരടിപ്പ് മൂലമോ വായ്പ തിരിച്ചടയ്ക്കാനാവാതെ കടബാധ്യതയിലായ ക്ഷീര കർഷകർക്ക് സഹായകമായി ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന കടാശ്വാസ പദ്ധതിയുടെ ഉദ്ഘാടനം തോന്നയ്ക്കൽ സായി ഗ്രാമിൽ നടന്ന ചടങ്ങിൽ വനം, ക്ഷീരവികസനം, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. പട്ടികജാതിക്കാർക്കുള്ള ക്ഷീരവികസന പദ്ധതിയും ഇതോടൊപ്പം നടപ്പിലാക്കുന്നു. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള 155 പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് തൊഴുത്ത് നിർമ്മിക്കുന്നതിനും കറവമാടുകളെ വാങ്ങുന്നതിനുമായി 1,90,00,000 രൂപയുടെ പദ്ധതി നടപ്പിലാക്കി വരുന്നു. ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന ഡയറക്ടർ ജോർജ് കുട്ടി ജേക്കബ് ചടങ്ങിൽ പങ്കെടുത്തു. ഇനി കമ്പോള അൽവകലോകനം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 12,500 രൂപ, കോഴിക്കോട് 13,700 രൂപ, തൃശൂർ 12,700 രൂപ. കൊപ്ര കൊച്ചി 8,440 രൂപ, കോഴിക്കോട് 8,900 രൂപ. തൃശൂർ
8,625 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 58,000 രൂപ. ഗാബിൾഡ് 61,000 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ. ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ സേലം 9,600 രൂപ. ഈറോഡ് 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14,000 രൂപ. RSS 4ാം ഗ്രേഡ് 14,800 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14,100 രൂപ. RSS 4ാം ഗ്രേഡ് 14,900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 12,500 രൂപ. കൊപ്ര 8,440 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ. റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 58,000 രൂപ. ഗാബിൾഡ് 61,000 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ. ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 16,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാം 225 രൂപ മുതൽ 350 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 475 രൂപ മുതൽ 570 രൂപ വരെ. ജാതിപത്രി മഞ്ഞ ചുവപ്പ് 500 രൂപ മുതൽ 650 രൂപ വരെ. ഗ്രാമ്പൂ 725 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,000 രൂപ. RSS 4ാം ഗ്രേഡ് 14,800 രൂപ. ഒട്ടുപാൽ 9,800 രൂപ. ലാറ്റക്സ് 9,300 രൂപ. കമ്പോള അവലോകനം. അനുകൂല കാലാവസ്ഥ രാജ്യത്ത് എണ്ണക്കുരു ഉൽപ്പാദനം റെക്കോർഡ് തലത്തിലേക്ക് ഉയർത്തും. നിലക്കടല, സോയ എന്നിവയുടെ ഉൽപ്പാദനം ഉയരുന്നത് വിദേശ പാചക എണ്ണ ഇറക്കുമതി ചുരുങ്ങാൻ അവസരമൊരുക്കും. അതേസമയം നാളികേരക്ഷാമം വെളിച്ചെണ്ണ കൊപ്ര വില വീണ്ടും ഉയർത്തി. തേക്കടിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങളിൽ കയറ്റുമതി സമൂഹം താൽപര്യം കാണിച്ചു. വലിപ്പം കൂടിയ ഇനം ഏലക്ക കിലോ 1,350 രൂപയിലും ശരാശരി ഇനങ്ങൾ 1,187 രൂപയിലുമാണ്. മൊത്തം 49,957 കിലോ ഏലക്ക ലേലം കൊണ്ടു. ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള പിന്തുണ കുറഞ്ഞതിനാൽ കൊച്ചി, കോട്ടയം വിപണികളിൽ റബ്ബർ ഷീറ്റ് വിലയിൽ മാറ്റമില്ല. ടാപ്പിംഗ് രംഗത്തെ സ്തംഭനം മൂലം സ്റ്റോക്കിസ്റ്റുകൾ ഷീറ്റ് നീക്കം നിയന്ത്രിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8. കോഴിക്കോട് 36.4, 26.2. കൊച്ചി 33, 25.2. ആലപ്പുഴ 35.9, 26. പുനലൂർ 35.5, 22.8. തിരുവനന്തപുരം 33.2, 25 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.